പോകുന്നത് പലതിനും താടിയോ നിറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ if you want to get off that donkey, സങ്കല്പ ലോകങ്ങളിൽ നിന്ന് താഴോട്ട് sometimes it might be an imaginary world. സാമൂഹിക മണ്ഡലത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ It താല്പര്യമുണ്ടെങ്കിൽ might be a social circumstance that you might have to come down. സാമുദായിക മണ്ഡലങ്ങളിൽ നിന്ന് താഴോട്ട് Or it might be a traditional background that you might have to step down. നിന്റെ ശാരീരിക മണ്ഡലങ്ങളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ I mean, from your physical, whatever you're going through, you should be able to step down. നിനക്ക് വേണ്ടി ഒരു അപ്പൻ അവിടെ കാത്തു നിൽപ്പുണ്ട്. There is a father waiting with inheritance for you. മടങ്ങി വരവ് കണ്ടുകൊണ്ട് നിൽക്കുന്ന അപ്പന് He's looking for you to come to him. അവൻ കഴുതപ്പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ As she lighted that donkey, അപ്പൻ അവനെ കണ്ടു. Caleb saw her. അവന്റെ ഹൃദയത്തിന്റെ ഭാരത്തെ അവൻ വായിച്ചറിഞ്ഞു. I mean, he began to sense the burden that she had. ഉത്തമഗീതത്തിനകത്ത് കിടപ്പുണ്ടോ? I mean, in the book of Song of Solomon it says, മൂടുപടത്തിന്റെ മറവിൽ ഇരിക്കുന്ന എന്റെ പ്രാവേ, I mean, my dove that is sitting in the cleft of the rock, നിന്റെ കണ്ണൊന്ന് കാണട്ടെ. let me see your eyes. നിന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ, I mean, the eyes that have shed the tears. നിന്റെ ഹൃദയവേദനയുടെ കണ്ണുകളെ, All the tears from your broken heart. നിന്റെ ഡ്രൈനസിന്റെ കണ്ണുകളെ, Oh, from your dryness that are shed, the tears that is shed. നിന്റെ പിതാവ് കണ്ടുകൊണ്ടിരിക്കുക. I mean, your father is seeing your tears. നീ ദൈവത്തിലേക്ക് അടുത്ത് വരുന്നതാ. I mean, when you come, the moment you draw nigh to God, സ്വർഗ്ഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് അടുത്ത് വരുന്നതാ. when you come to experience the heaven, നിന്റെ സ്വർഗ്ഗത്തിലെ അപ്പൻ I mean, കണ്ടുകൊണ്ടിരിക്കുക. your heavenly Father is watching over you. നിന്റേതായ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങണം. I mean, if you can let go your unwanted things in your life, സാമുദായിക മണ്ഡലത്തിൽ നിന്ന് താഴോട്ട് from your social, traditional background, if you can lighten from the donkey, അവൻ നിന്റെ ഭാരത്തെ ഏറ്റെടുക്കാൻ ഇതാ I mean, കാത്തിരിക്കുക. here your Father is waiting to give you a blessing. അവൻ നിന്റെ കണ്ണുനീര് കാണാൻ I കാത്തിരിക്കുക. mean, he sees your tears. നിന്റെ ഭാരങ്ങളെ മാറ്റുവാൻ അവൻ He ആഗ്രഹിക്കുന്നു. wants to take away the burden. നിന്റെ വരവ് നോക്കി അവൻ നിൽക്കുക. He is waiting for you. നീ തോറ്റവളായിട്ടല്ല വരുന്നതാ. You're not coming as a failure. നിന്റെ ജീവിതത്തിൽ ഒരു നഷ്ടവും നിനക്ക് വന്നിട്ടില്ല. I mean, you haven't lost anything. അച്ഛൻ നിനക്കൊരു ആഗ്രഹമുണ്ട്. But you have a desire. എനിക്കൊരു വയല് വേണം. Oh, I need a field. എനിക്കൊരു കൊയ്ത്ത് വേണം. I need to see a harvest. എനിക്ക് ചില അനുഗ്രഹങ്ങൾ വേണം. I need some blessings. എത്ര പേര് ഇതിനകത്ത് ഇരിക്കുന്നു I need to ആഗ്രഹിക്കുന്നു? sit here and say this time. ഓ, എനിക്കൊരു ജയകരമായ ജീവിതം Oh, I വേണം. need a victorious Christian life. എനിക്കൊരു അഭിഷേകം വേണം. I need an anointing. എനിക്കൊരു നിറവ് വേണം. I need a filling. ഓ, എനിക്കൊരു സാമ്പത്തികമായും ശാരീരികമായും ആത്മീയമായും ഒരു നിറവിലേക്ക് എന്നെ Oh, കൊണ്ടുപോകണം. I need to be led in the abundance of the prosperity of the Lord. ഇന്ന് രാത്രി അവൻ നിറയ്ക്കാൻ ശക്തനാണ്. He is strong. He is able to fill you up. നീയും അടുത്തേക്ക് വരാൻ താല്പര്യമുണ്ടോ? If you draw nigh to God, അവൾ അവളുടെ അപ്പന്റെ അരികിലേക്ക് ഓടി വരുവാണ്. amen. She came to her father. അവൾ അപ്പനോട് ചോദിക്കുകയാണ്, She asks her father, അല്ലേ നീ എനിക്കൊരു അനുഗ്രഹം തരാ. Father, give me a blessing. അവൾ ചോദിച്ചത് ഒരു വയലാണ്. I mean, she asked for a field. ഇന്ന് രാത്രി ദൈവമൈതലേ, I mean, this night, let me tell you, children of God, ഈ വയലിൽ വന്നിരിക്കുന്നത്, when you come to this field, സ്വർഗരാജ്യമാകുന്ന വയലിൽ വന്നിരിക്കുന്നത്, the field of the kingdom of God, ദൈവരാജ്യമാകുന്ന വയലിൽ വന്നിരിക്കുന്നത്, the kingdom of heaven, പ്രാർത്ഥനയാകുന്ന വയലിൽ വന്നിരിക്കുന്നത്, oh, the kingdom of prayer, ആരാധനയാകുന്ന വയലിൽ the വന്നിരിക്കുന്നത്, kingdom of worship, വെറുതെയല്ല. not just for nothing. എന്നെ കാണുന്ന ഒരു ബോധസിനുണ്ട്. There is a good Lord that sees and watches over you. നിന്റെ വേദന അറിയുന്ന ഒരു കാലമുണ്ട്. I mean, there is a Caleb who sees your pain. രാത്രി നിന്റെ സ്വർഗത്തിലെ പിതാവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. I mean, this night, your heavenly Father is watching over you. നിന്റെ വേണ്ടപ്പോലെ ക്രിസ്തു Oh, കണ്ടുകൊണ്ടിരിക്കുക. your Redeemer, the Lord Jesus Christ, is watching over you. നീ ഒന്ന് കുനിയാൻ തയ്യാറുണ്ടോ? Are you willing to come down? രൂത്ത് കുനിഞ്ഞപ്പോ When Ruth bowed down, അവിടെ കൈ നിറയെ കൊടുത്തു. I mean, the Lord gave her the handful. അല്ലെങ്കിൽ അവൾ രണ്ടാമത് കുനിഞ്ഞപ്പോൾ Again, she went into the field. അവളുടെ മടി നിറയെ കൊടുക്കുവാൻ God had also filled. അവൾ മൂന്നാമത് കുനിഞ്ഞപ്പോൾ Again, she went down to the field. അവളെ വയലിന്റെ ഉടമസ്ഥയായി തീർന്നു. She became the inheritor of that field. Hallelujah! God wants you to be in order. നീ ചിലപ്പോൾ കുനിഞ്ഞ് പറ
Or there might be spiritual elder brothers who might make fun of you. കൊയ്ത്തുകാരുടെ കളിയാക്കലോ, Or the harvesters who might reproach you. ഇവിടെ പറക്കുന്നവരുടെ കളിയാക്കലോ, All the people who are playing with you. നീ ഒരിക്കലും ഭാരപ്പെടരുത്, You will not have to be concerned. നീ നിരാശപ്പെടരുത്, You don't have to be anxious. നീ താണു പോകരുത്, You don't have to be പരിഹാസം കൊണ്ട് നീ പേടിക്കരുത്, Don't come worried about the reproach. പുറകിൽ നിന്ന് കുത്തുന്നല്ലെന്ന് നീ പേടിക്കരുത്, If somebody is pricking you from the back, don't നീ worry. പുറമോട്ട് പോകരുത്, Don't turn back. മുന്നോട്ട് തന്നെ പോകണം. Keep going ahead. നിനക്കൊരു ജയകരമായ Amen. ജീവിതം തരാൻ And the ആഗ്രഹിക്കുന്നു. Lord wants to give you a victorious life. അവൻ മുന്നോട്ട് തന്നെ വർദ്ധിച്ചുകൊണ്ട് പോയി. She began to move forward, എന്നാൽ അവളുടെ വിനയം കണ്ടുകൊണ്ട്, seeing her humility. അവളുടെ താഴ്മ കണ്ടുകൊണ്ട്, So I see how humble she was. അവളുടെ കരുതൽ കണ്ടുകൊണ്ട്, See how much caring she was. ഒരാൾ നോക്കിക്കൊണ്ടിരിപ്പുണ്ടായി. There was a boss who watched over her അവളെ അറിയുന്നവൻ, because he knew her. അവളെ നല്ലോണം അറിയുന്നവൻ, Oh, the one who knew her very well. ഹല്ലേലൂയ, അവളെ വീണ്ടെടുപ്പുകാരൻ, Amen. Her Redeemer ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. is standing in this room, in this place. യേശു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. That is Jesus Christ, our Redeemer. നിന്റെ കൊയ്ത്ത്, നിന്റെ വേദന അറിയുന്നവൻ, He sees your pain. നിന്റെ ഞെരുക്കം അറിയുന്നവൻ, He knows your struggle. നീ നിന്നെ അവരെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തത് അറിയുന്നവൻ, Or He knows what He did for your household. ഹല്ലേലൂയ, നീ ഇന്നലെ വരെ അതെ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് അറിഞ്ഞവൻ, Or the one who knew that how much you have already have in your hands. അവൻ നിന്റെ ശൂന്യത The അറിയുന്നവൻ, one who knows the emptiness. രാത്രി നിന്റെ അരികിൽ വന്ന് നിൽപ്പുണ്ട്. And He is standing beside you നിന്നെ നിറയ്ക്കുവാനാണ്. to fill you up. നീ വെടിക്കളത്തിൽ വന്നിരിക്കുകയാണ്. You came to this threshing floor. അവൻ നിനക്ക് വേണ്ടി വിളമ്പാൻ അവൻ Oh, തയ്യാറായിരിക്കുകയാണ്. He wants to give you abundance. യഥാർത്ഥമായ ഒരു വയലിലാണ് നീ വന്നിരിക്കുന്നത്. If you came to the true field, അതെ, സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന വയലിലാണ് നീ വന്നിരിക്കുന്നത്. a field where you worship in spirit and in truth, അതെ, വിത്തുകളെ വാരി വിതറുന്ന വയലിലാണ് നീ വന്നിരിക്കുന്നത്. a field where the seeds are sown. നിന്റെ മനസ്സ് നിറയെ വിളമ്പുന്ന വയലിലാണ് നീ Amen. വന്നിരിക്കുന്നത്. Hallelujah. Field where you get enough for your soul. നിന്റെ മേത്തൊരു പുതപ്പ് വീഴുന്ന കൃപയുടെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ് And there is a mantle of anointing that is going to fall upon you. രാത്രി നിന്റെ വീണ്ടെടുപ്പാന്റെ പുതപ്പ് നിന്റെ മേൽ വീഴാൻ പോകുകയാണ്. Oh, the mantle of the Redeemer is going to come upon you. ഇരട്ടിപ്പൊങ്ങിയുടെ പുതപ്പ് വീഴാൻ പോകുകയാണ്. A mantle of double portion ഹല്ലേലൂയ. രാത്രി നിന്റെ അരികിലേക്ക് വരാൻ പോകുകയാണ്. is coming beside you. നിന്റെ മടി നിറയ്ക്കാൻ പോകുകയാണ്. He is going to fill you up. തിരിച്ച് യോശുവയുടെ പുസ്തകത്തിലേക്ക് വരികയാണ്. Let me come back to the book of Joshua. അവൾ കാലേബിന്റെ അരികിൽ അപ്പന്റെ അരികിലേക്ക് വന്നു. She came to Caleb ആമേൻ. അപ്പനോട് അവൾ ചോദിച്ചു, and asked her father, ആമേൻ, അപ്പ Father, ആമേൻ, ആ വാക്യം ഒന്ന് വായിച്ചാൽ, praise God, read that. എനിക്കൊരു അനുഗ്രഹം തരണം. Give me a blessing. അവൻ ഭർത്താവിനോട് പറഞ്ഞത് നമുക്കൊരു വയൽ ചോദിക്കണമെന്ന്. What she told her husband was that we should ask a field from our father. എന്നാൽ അവൾ അപ്പന്റെ അരികിൽ വന്നപ്പോൾ The moment she came to her father, അവൾ വയലിനെ പോലും മറന്നു, she forgot about the field. വയലിന്റെ അധ്വാനം മറന്നു. She forgot about her labor in the field. അല്ലല്ല, അവക്കറിയാം അവൾ നടന്ന് ക്ഷീണിച്ചാ വന്നിരിക്കുന്നത്. Now she knows that she is already അവൾ tired. ഒത്തിരി ലോങ് ജേർണി ചെയ്തിട്ടാ She came വന്നിരിക്കുന്നത്. after a long journey. അതുകൊണ്ട് അവളുടെ അപ്പന് ഒരു കരുതലുണ്ട്. Amen. And therefore, her father has a providence. അവൾ ഇനി വിതച്ചിട്ട് കൊയ്യാൻ സമയമില്ല. I mean, there is no time for her to sow and then reap. അവൾക്ക് ഇനി ഒരു അനുഗ്രഹം പെട്ടെന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. And there is a need to bless her instantly. അതുകൊണ്ട് അവൾ അപ്പനോട് ചോദിച്ചു, എനിക്ക് ഒരു അനുഗ്രഹം തരണം. I mean, therefore she asked her father, give me a blessing. അവൾ ചോദിച്ചു, എനിക്ക് ഒരു അനുഗ്രഹം തരണം ചോദിച്ചപ്പോ When she asked for a blessing, അവിടെ വായിച്ചാട്ട്, ആ, നീ എന്നെ തെക്കേ ദേശത്തിലല്ലേ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. I mean, you have given me to the to the land of the Negev. തെക്കേ ദേശത്തിന്റെ പ്രത്യേകത, What is special about this? ഉറവയില്ലാത്ത ദേശമാണ്. It's a place where there's no springs of വാർദ്ധക്യമുള്ള water. ദേശമാണ്. It's a place of dryness. അതേ പ്രദേശമുള്ള മറ്റുള്ള എല്ലാ അതേ ദുഷ്ട ജന്തുക്കളുള്ള ദേശമാണ്.